اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. മുസ്ലിം സഹോദരങ്ങളെ സഹോദരികൾ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കണമേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി വിശുദ്ധ റമദാൻ മാസത്തിൽ ജീവിക്കുവാനും അതിന്റെ പുണ്യം നേടാനും നമുക്ക് തൗഫീഖ് ലഭിച്ചു. വിശുദ്ധിയോടുകൂടി നോമ്പനുഷ്ഠിക്കാനും അല്ലാഹു അവന്റെ അടിമകൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കി വെച്ചിട്ടുള്ള നോമ്പുകാർക്കായി പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ശുദ്ധീകരിക്കുക എന്നതാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ആ മനസ്സിനെ എങ്ങനെ മാറ്റിമറിക്കാനും ഒരു മനുഷ്യന് സാധിക്കും. ഒരഴുക്കിച്ചാല് പോലെ മനുഷ്യന്റെ മനസ്സിനെ ആക്കി മാറ്റാൻ സാധിക്കും. ഒരഴുക്കിച്ച് അതുപോലെ തന്നെ ഒരു പൂന്തോട്ടത്തെ പോലെ സുഗന്ധപൂരിതമാക്കാനും സാധിക്കും. അഴുക്കുച്ചാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിലൂടെ ഒഴുകി പോകുന്നത് വൃത്തികെട്ട വെള്ളമാണ്. അഴുകിയ ഒരുപാട് വസ്തുക്കളും ഉണ്ടാകും. എല്ലാ ഭാഗത്തു നിന്നും വൃത്തികെട്ട വെള്ളവും ആളുകൾ ഉപയോഗശൂന്യമാക്കിയ പലതും അതിലൂടെ ഒഴുകി നടക്കും. അതിൽ നിന്ന് ദുർഗന്ധമുണ്ടാകും. അതിന്റെ ഭാഗത്തുകൂടെ നടന്നു പോകുന്ന ആളുകൾക്കും അതിൽ നിന്ന് ദുർഗന്ധമുണ്ടാകും. ഇതുപോലെ മനുഷ്യന്റെ മനസ്സിനെയും ചില ആളുകൾ കൊണ്ട് നടക്കാറുണ്ട്. എന്നാൽ ഒരു പൂന്തോട്ടമാക്കി മാറ്റാനും നമുക്ക് സാധിക്കും മനസ്സിനെ. ആ പൂന്തോട്ടത്തിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. മനസ്സിനൊരു കുളിരുണ്ടാകും. മനസ്സിന് സന്തോഷവും ആശ്വാസവും ഉണ്ടാവും. ആ പൂന്തോട്ടത്തിൽ വിരിയുന്ന ഓരോ പൂവും ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ പൂവുകളും പുതിയ പുതിയ സുഗന്ധങ്ങളും പുതിയ പുതിയ വർണ്ണങ്ങളും പുതിയ പുതിയ കാഴ്ചകളും. ഇങ്ങനെ മനസ്സിനെ നമുക്ക് ഒരു അഴുക്ക് ചാലാക്കി മാറ്റാനും മനസ്സിനെ നല്ല ഒരു പൂന്തോട്ടമാക്കി മാറ്റാനും സാധിക്കും. അതുകൊണ്ടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി
വിശുദ്ധിയുടെ 4 ഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിടത്ത് പറഞ്ഞു. ഒന്നാമത്തേത് വിശുദ്ധി എന്ന് പറയുന്നത് അഴുക്കിൽ നിന്നും മാലിന്യത്തിൽ നിന്നും നിങ്ങളുടെ ബാഹ്യമായ ഒരു ശുദ്ധിയാണ് എന്ന്. അത് നമ്മളിൽ മനുഷ്യരിൽ അധികം ആളുകളും അതിൽ ശ്രദ്ധിക്കാറുണ്ട്. ബാഹ്യമായ ശുദ്ധി, കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് അങ്ങനെ ബാഹ്യമായ ശുദ്ധിയിൽ അധികം ആളുകളും ശ്രദ്ധിക്കും. രണ്ടാമത്തേത് തെറ്റിൽ നിന്നും പാപത്തിൽ നിന്നും ശരിയായ രൂപത്തിൽ തന്റെ അവയവങ്ങളെയും മാറ്റി നിർത്തുക എന്നതാണ്. തന്റെ കൈകളെ കൊണ്ട്, തന്റെ കാലുകളെ കൊണ്ട്, തന്റെ കണ്ണുകളെ കൊണ്ട്, തന്റെ മറ്റ് അവയവങ്ങളെ കൊണ്ട് തെറ്റിലേക്ക് പോകാതെ ശുദ്ധിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായി പറഞ്ഞത് ദുഷിച്ച ചിന്ത, പൈശാചികമായ പ്രലോഭനങ്ങൾ, അതിൽ നിന്ന് ശുദ്ധിയാവാൻ ശ്രദ്ധിക്കുക എന്ന്. നാലാമതായി പറയുന്നത് ദൈവീകമല്ലാത്ത ചിന്തയിൽ നിന്ന് മനസ്സിനെ ശുദ്ധിയാക്കുക എന്ന്. ഈ 4 ഘട്ടങ്ങളെ കുറിച്ച് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുകയുണ്ടായി. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഖബറിൽ കിടന്ന് പ്രയാസം അനുഭവിക്കുന്ന 2 പേരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതിൽ 2 പേരും പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഒരാൾ അനുഭവിക്കുന്ന പ്രയാസം, അയാൾ ജീവിച്ചിരിക്കുമ്പോ മലമൂത്ര വിസർജനം നടത്തി ശരിയായ രൂപത്തിൽ ശുദ്ധിയാക്കാതെ അശ്രദ്ധമായതിൽ അയാൾ പ്രയാസം അനുഭവിക്കുകയാണ്. രണ്ടാമത്തെ ആൾ അനുഭവിക്കുന്ന പ്രയാസം, അയാൾ ജീവിച്ചിരിക്കുമ്പോ അയാളുടെ നാവ് കൊണ്ട് അയാൾ പറഞ്ഞ ഏഷണയുടെ പേരിൽ അയാൾ പ്രയാസം അനുഭവിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ശുദ്ധിയെ കുറിച്ച് മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ജീവിതത്തിൽ 2 ശുദ്ധിയും വേണം. ഈ 2 ശുദ്ധിയും പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അത് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ അവതീർണമായ ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതീർണമായ മാസമാണ്. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗമായി കൊണ്ട്. എന്തിനാണ് ഖുർആൻ അവതരിച്ചത്? ശാസ്ത്രീയം പഠിപ്പിക്കാനല്ല, ചരിത്രം പഠിപ്പിക്കാനല്ല, മുൻകഴിഞ്ഞ തലമുറകളുടെ ചരിത്രം പറഞ്ഞു തരാനല്ല. അതൊക്കെ പറഞ്ഞു തരുമ്പോഴും, അതൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോഴും ഖുർആൻ ലക്ഷ്യമാക്കുന്നത് ഹുദ, സന്മാർഗമാണ്. ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ, നിങ്ങൾക്ക് ഹുദ പറഞ്ഞു തരികയാണ്. ഫുർഖാനാണ്, സത്യം എന്ത് എന്ന് അസത്യം എന്ത് എന്ന് വേർതിരിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ് ഖുർആൻ ചെയ്യുന്നത്. അതാണ് ഈ റമളാൻ മാസത്തിന്റെ പ്രത്യേകതയായി ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. കിതാബുൻ അൻസൽനാഹു, അല്ലാഹ് നിങ്ങൾക്ക് ഇറക്കിയ ഒരു ഗ്രന്ഥമാണത്. എന്തിനാണ് ഇറക്കിയത്? ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. മനുഷ്യർ ഒരുപാട് അന്ധകാരത്തിലായിരുന്നു, ഒരുപാട് ഇരുട്ടിലായിരുന്നു. ഇരുട്ടിനെ ഖുർആൻ ബഹുവചനമായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ളുലുമാത്ത് എന്നാണ്. ഒരുപാട് അന്ധകാരങ്ങളുണ്ട്, ഒരുപാട് ഇരുട്ടുകളുണ്ട് നമുക്കിടയിൽ. ആ ഇരുട്ടുകളിൽ നിന്ന് ഇലൻ-നൂർ, ഒരൊറ്റ പ്രകാശം, അല്ലാഹു നൽകുന്ന പ്രകാശം. ആ പ്രകാശമാണ് ഖുർആൻ. ആ ഖുർആനിലേക്കാണ് നിങ്ങൾ തിരിയാൻ. അവിടെയാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എന്തെല്ലാം വൃത്തികേടുകൾ ഉണ്ടല്ലോ, എന്തെല്ലാം തോന്നിവാസങ്ങൾ ഉണ്ടായിരുന്നു, എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു.
ആ അന്ധവിശ്വാസങ്ങളിൽ നിന്നെല്ലാം, ആ ദുൽമാത്തുകളിൽ നിന്നെല്ലാം ഇലന്നൂർ, പ്രകാശത്തിലേക്ക് നയിച്ചത് ഖുർആനായിരുന്നു. അതുകൊണ്ടാണ് മദ്യപിച്ചിരുന്ന ഒരു സമൂഹം, ജീവിതത്തിൽ ഒരുപാട് വൃത്തികേടുകൾ ഉണ്ടായിരുന്ന ഒരു സമൂഹം, ആ സമൂഹം പൂർണ്ണമായും അതിൽ നിന്ന് മോചിതരായിക്കൊണ്ട് ഒരൊറ്റ പ്രകാശത്തിലേക്ക് വന്നത് ഖുർആനിന്റെ ഉത്ബോധനമായിരുന്നു, അതിന്റെ സന്ദേശമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ അത് പാരായണം ചെയ്യുന്നിടത്ത്, അത് പഠിക്കുന്നിടത്ത് ഒരുപാട് പ്രതിഫലങ്ങളും ഒരുപാട് പ്രാധാന്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖുർആൻ തന്നെ ഒരു കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവരാണ്, നിങ്ങളൊക്കെ കച്ചവടം നടത്തുന്നവരാണ്. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമായ, നിങ്ങൾക്ക് ഏറ്റവും പ്രോഫിറ്റ് ഉള്ള ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ, യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം അങ്ങനെ പാരായണം ചെയ്യുകയാണ്, വഅഖാമുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്, വഅൻഫഖൂ മിമ്മാ റസഖഹുമുല്ലാഹ്, റസഖ്നാഹും, നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട്, സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട്, യർജൂന തിജാറത്തൻ ലൻ തബൂറ, അവരാഗ്രഹിക്കുന്നത് എന്താണ്? ഒരു നഷ്ടവും വരാത്ത ഒരു കച്ചവടത്തെ കുറിച്ചാണ്. അപ്പൊ വിശുദ്ധ ഖുർആന്റെ പാരായണം, നമസ്കാരം നിലനിർത്തൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രഹസ്യമായും പരസ്യമായും തനിക്കുള്ളതിൽ നിന്ന് ചെലവഴിക്കൽ, ഇതിനെ കുറിച്ചൊക്കെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ലാഭമുള്ള ഒരു കച്ചവടം എന്നാണ്. നിങ്ങൾക്ക് ലാഭമുള്ള ഒരു കച്ചവടം. ആ ലാഭം എങ്ങനെ കിട്ടുമെന്ന് ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. സഹാബികൾക്ക് ആ ലാഭം ഉണ്ടായിരുന്നു. ഭൗതികമായ ലാഭത്തോടൊപ്പം പാരത്രികമായ ഒരു ലാഭമായിരുന്നു അവർ അതിന്റെ മുന്നിൽ കണ്ടിരുന്നത് എന്ന് ചരിത്രം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഖുർആൻ അത് പഠിക്കുകയും റമദാൻ മാസത്തിൽ അതിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് അത് പാരായണം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് മനസ്സിന് ആശ്വാസം ഉണ്ടാവുക. ഫീഹി ശിഫാഉൽ ലിന്നാസ്, ഖുർആനിനെ കുറിച്ച് ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്, മനുഷ്യരെ നിങ്ങൾക്കത് ശമനമാണ്, നിങ്ങൾക്കത് ആശ്വാസമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ആരോഗ്യത്തിന്, നിങ്ങളുടെ ജീവിതത്തിന്, അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക്, പ്രയാസത്തിന് ഒക്കെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത് ഖുർആനിലൂടെ ലഭിക്കുന്നു. മൻ ഖറഅൽ ഖുർആന, നിങ്ങൾ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്, മാത്രമല്ല വതഅല്ലമഹു, നിങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്, വഅമല ബിഹി, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ ഖുർആനിനനുസരിച്ച് ക്രമീകരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ അങ്ങനെ ജീവിക്കുമ്പോ ഉൽബിസ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അല്ലാഹു നിങ്ങളെ ധരിപ്പിക്കും താജൻ മിൻ നൂർ, പ്രകാശത്തിൽ നിന്നുള്ള ഒരു കിരീടം അല്ലാഹു നിങ്ങൾക്ക് തരും അന്ത്യദിനത്തിൽ. ലൗഹു, അതിന്റെ പ്രകാശം എന്ന് പറയുന്നത് മിഥലു ലൗഹി ശംസ്, സൂര്യന്റെ പ്രകാശം പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കും. വയുഖ്സാ വാലിദൈഹി, എന്നിട്ട് ആ ഹദീസിന്റെ അവസാനം പറയുന്നു വയുഖ്സാ വാലിദൈഹി ഹുല്ലതാനി. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നമ്മൾ നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നമ്മൾ നമ്മുടെ മക്കളെ മദ്രസയിൽ വിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് ഹുല്ലതാനി, രണ്ട് കിരീടം അല്ലാഹു അന്ത്യദിനത്തിൽ അവർക്ക് സമർപ്പിക്കുകയാണ്. ലാ യഖൂമു ബിഹിമാ അദ്ദുനിയ, ദുനിയാവിലൊന്നും നിങ്ങൾ കാണാത്ത രൂപത്തിലുള്ള ഒരു കിരീടം ആർക്കാ നൽകുന്നത്? നമ്മൾ നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, നമ്മൾ നമ്മുടെ മക്കളെ മദ്രസയിൽ വിട്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്, അതിന് പണം കൊടുക്കുകയാണ്. നമുക്കൊക്കെ മടിയാണ്, എല്ലാത്തിനും നമ്മൾ ചെലവഴിക്കും. ട്യൂഷന് കൊടുക്കാൻ നമ്മളെ പണമുണ്ട്, പുതിയ എൻട്രൻസ് കോച്ചിന് കൊടുക്കാൻ നമുക്ക് ലക്ഷങ്ങൾ ചെലവഴിക്കും, എവിടെയും കൊണ്ടുപോയി താമസിപ്പിച്ച് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ ഖുർആൻ പഠിക്കുന്ന മദ്രസക്ക് ഒരു പണം ചോദിച്ചാൽ നമ്മൾ കൊടുക്കാൻ കാശില്ല, നമുക്ക് മടിയാണ്.
ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഖുർആൻ ഇറങ്ങിയ മാസം, ഖുർആൻ പഠിക്കാൻ നമ്മൾ പറയുന്ന മാസം, നമുക്ക് ആശ്വാസം നൽകുന്ന ഗ്രന്ഥം, നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട സമയത്ത് വളർന്നിട്ട് കാര്യമില്ല. എല്ലാവരും ഇപ്പൊ വലുതായി, മക്കള് +2 ഒക്കെ കഴിഞ്ഞു, ഡിഗ്രി ഒക്കെ ആയി, പറയുന്നത് കേൾക്കുന്നില്ല. എല്ലാവർക്കും ഉള്ളൊരു കംപ്ലൈന്റ് ആണത്. എല്ലാരും പറയുന്ന ഒരു പ്രശ്നമാണ്, മൗലവി എന്റെ മോനോട് നിങ്ങളൊന്ന് പറയണം, കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി പറഞ്ഞു, നമസ്കാരം എപ്പ പഠിപ്പിക്കണം, ഖുർആൻ എപ്പ പഠിപ്പിക്കണം, അവർക്ക് പഠിക്കേണ്ട, അവരുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു സമയമുണ്ട്. സഹോദരങ്ങളെ, 5, 6, 7, 8, 9 വയസ്സുള്ള സമയത്ത് അവരുടെ മനസ്സ് ശുദ്ധമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, എല്ലാ കുട്ടികളും പിറന്നു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലേക്കാണ്. ആ ശുദ്ധമായ പ്രകൃതിയിൽ അവരുടെ മനസ്സിലേക്ക് ഖുർആനിന്റെ വചനം പഠിപ്പിക്കേണ്ട സമയത്ത് നമുക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, കൊടുക്കേണ്ട സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, കുറെ കാലം കഴിഞ്ഞിട്ട് ലഭിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഖുർആൻ പഠിപ്പിക്കേണ്ട സമയത്ത് അത് പഠിപ്പിക്കുക, കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കുക. അതിന്റെ പ്രതിഫലമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അന്ത്യദിനത്തിൽ ഖുർആൻ പഠിപ്പിക്കാൻ ശ്രമിച്ച, ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് രണ്ട് കിരീടം അല്ലാഹു സമ്മാനിക്കുകയാണ്. എന്നിട്ട് അവർ അന്നൊക്കെ ചോദിക്കും, എന്തിനാണ് പടച്ചവരെ ഞങ്ങൾക്ക് ഈ 2 സുന്ദരമായ കിരീടം നീ ഞങ്ങൾക്ക് സമ്മാനിച്ചത്? അപ്പൊ പറയും, നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു. പ്രായമായപ്പോ നിങ്ങളുടെ അടുത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് മാതാപിതാക്കളുടെ ബാധ്യത ഖുർആനിൽ അവൻ പഠിപ്പിച്ചു. ബാപ്പയമ്മയും പ്രായമായപ്പോ ബാപ്പനോട് ഒരു മോശമായ വാക്ക് പറയാൻ അവനെ പ്രേരിപ്പിച്ചില്ല. കാരണം എന്താ? ചെറുപ്പത്തിൽ ഈ വാപ്പ അവനെ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ. മദ്രസയിൽ വിട്ടിട്ട് മദ്രസയിൽ ഉസ്താദ് അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതവൻ പഠിച്ചിട്ടുണ്ട്. ബാപ്പനോട് മോശം പറയാൻ പാടില്ല, ഉമ്മനോട് മോശം പറയാൻ പാടില്ല എന്നൊക്കെ അവൻ പഠിച്ചിട്ടുണ്ട്. അത് പഠിപ്പിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ആരാ കുറ്റക്കാര്? മക്കളാണോ? അല്ല, നമ്മളാണ് കുറ്റക്കാര്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചുകൊണ്ട് അവർ നല്ല സംസ്കാരമുള്ള മക്കളായി മാറി. നിങ്ങൾ മരിച്ചപ്പോ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ അവരെ മുന്നിലുണ്ടായിരുന്നു. ഇതൊക്കെ അവർ ഖുർആൻ പഠിച്ചുകൊണ്ടുള്ള ഗുണാണ്. ഇത് പരലോകത്ത് ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന അംഗീകാരമാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലദീന ലൈസ ഫീ ജൗഫിഹി. നമ്മൾ പഠിക്കണം ഖുർആൻ, എല്ലാവരും പഠിക്കണം ഖുർആൻ, എല്ലാ മനുഷ്യരും ഖുർആൻ. റസൂൽ പറഞ്ഞു, ഇന്നല്ലദീന ലൈസ ഫീ ജൗഫിഹി ശൈഉൻ മിനൽ ഖുർആൻ കൽ ബൈത്തിൽ ഖറബ്. ഖുർആനിൽ നിന്ന് ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ, ഖുർആനിൽ നിന്ന് ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ, അവന്റെ ഉദാഹരണം കബൈത്തുൽ ഖറബ്, പൊളിഞ്ഞ ഒരു വീട് പോലെ, തകർന്നു കൊണ്ടിരിക്കുന്ന ഒരു വീട് പോലെയാണ്. എന്താ പൊളിഞ്ഞ തകർന്ന ഒരു വീട്? ആരെങ്കിലും ആ വീട്ടിൽ താമസിക്കോ? ഇല്ല. ആ വീട് ചുറ്റും കാട് പിടിച്ചിട്ടുണ്ടാകും. ആ വീട്ടിൽ ഒരുപാട് ക്ഷുദ്ര ജീവികൾ ഉണ്ടാവും. ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ ആളുകൾക്ക് പേടിയാവും. ഇതുപോലെയാണ് ഖുർആനിൽ നിന്നും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനെ റസൂലുള്ളാഹി ഉപമിച്ചിട്ടുള്ളത്. നമ്മുടെ മനസ്സിൽ ഖുർആനിൽ നിന്ന് ഒന്നുമില്ലെങ്കിൽ ആളുകൾ നമ്മളെ കാണുമ്പോൾ പേടിക്കും. ഒരു കച്ചവടക്കാരനാകുമ്പോൾ അവന്റെ മനസ്സിൽ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകണം. തന്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന ഇടപാടുകൾ, തന്റെ സ്വത്ത്, തന്റെ സമ്പത്ത്, തന്റെ കച്ചവടം, തന്റെ ഇടപാടുകൾ, തന്റെ സ്വത്ത് ഭാഗിക്കൽ,
അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ നമ്മളെല്ലാം ഇടപെടുന്ന രംഗങ്ങളുണ്ടല്ലോ, അവിടെ ഖുർആനുണ്ടോ? ആലോചിക്കണം. നമ്മള് ജീവിതത്തിൽ നമുക്ക് നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്. ജീവിതത്തിൽ ഖുർആനുണ്ടോ? അത് നമ്മളോട് ചോദിക്കേണ്ട ഒരു മാസമാണിത്. നിസ്കരിക്കുന്നുണ്ടാകും, നോമ്പൊടുക്കുന്നുണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, കുറെ നോമ്പുകാരുണ്ട്, അവർക്ക് നോമ്പുണ്ട്, പക്ഷേ കുറെ ദാഹവും വിശപ്പൊക്കെയാണ്. അത് പറയുന്നത് ആരെ കുറിച്ചാണ്? നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മളുടെ സമ്പത്തുകളിൽ നമ്മളുടെ ഇടപാടുകളിൽ നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഉൻസിലൽ ഖുർആൻ അലൈഹിം, ഖുർആൻ നിങ്ങൾക്ക് ഇറങ്ങിയത് ലിയഅലമു ബിഹി ഫത്തഖദു ദിറാസതുഹു അമല. നിങ്ങൾ അത് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അമൽ പഠിക്കാൻ വേണ്ടിയാണ്. ഇന്ന അഹദക്കും, നിങ്ങളിൽ ഒരാള് ലയഖറഉൽ ഖുർആന, ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്, മിൻ ഫാത്തിഹത്തിൻ ഇലാ ഖാതിമിഹി, അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുക. റമദാൻ നമ്മളൊക്കെ ചെയ്തു. അതിന്റെ പ്രാധാന്യം അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. അതിന്റെ ഓരോ ഹറഫിനും നിങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വാഹിദ, ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം എന്നത് ഒരു ഹറഫാണ് എന്ന് ഞാൻ പറയുന്നില്ല. അലിഫുൻ വഹറഫുൻ, ലാമുൻ വഹറഫുൻ, മീമുൻ വഹറഫുൻ എന്ന് പറഞ്ഞിട്ട് റസൂൽ അതിന്റെ പ്രാധാന്യം ഇങ്ങനെ പറഞ്ഞു. ഖുർആൻ ഓരോ ഹറഫിനും പ്രാധാന്യമുണ്ട്, പാരായണത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. നിങ്ങൾ പാരായണം ചെയ്യണം. പക്ഷേ അതോടൊപ്പം റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട് മിൻ ഫാത്തിഹത്തിൻ ഇലാ ഖാതിമിഹി, തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്. മാ യസ്ഖുതു മിൻഹു ഹറഫ, ഒരു ഹറഫ് നിങ്ങൾ വിട്ടുപോകുന്നില്ല. ഇല്ലല്ലോ, നമ്മൾ ഖുർആൻ ഓതുമ്പോ ഒരു ഹറഫും വിട്ടുപോകാതെ സുന്ദരമായി അതിന്റെ തജ്വീദൊപ്പിച്ച് കൃത്യമായി നമ്മളൊക്കെ പാരായണം ചെയ്യുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, പക്ഷേ അങ്ങനെ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യൻ വഖദ് അസ്കതൽ അമല ബിഹി, പക്ഷേ അവനവന്റെ ജീവിതത്തിൽ അവൻ അതേ ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യൻ അവൻ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോ, അവന്റെ കച്ചവട സ്ഥാപനത്തിലെത്തിയപ്പോ, അവന്റെ ജോലി സ്ഥലത്തെത്തിയപ്പോ, അവന്റെ സ്വത്ത് ഭാഗിക്കുന്നിടത്തെത്തിയപ്പോ, അവന്റെ ഇടപാടിന്റെ രംഗത്തെത്തിയപ്പോ അസ്കതൽ അമല ബിഹി, ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നിടത്ത് അവൻ വീടുടഞ്ഞു പോയി. ഈ വീടുടഞ്ഞു പോയവന് എങ്ങനെയാണ് നാളെ അല്ലാഹുവിന്റെ അടുത്ത് ഖുർആൻ സാക്ഷിയാവുക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്സിയാം വൽ ഖുർആൻ, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അസ്സിയാം, നിങ്ങൾ നോക്കുന്ന നോമ്പുണ്ടല്ലോ, കഠിനമായ ചൂടിൽ വിശപ്പ് സഹിച്ച് ഉറക്കൊഴിഞ്ഞ് അത്താഴം കഴിച്ച്, ഉറക്കൊഴിഞ്ഞ് നിങ്ങൾ തറാവീഹ് നമസ്കരിച്ച്, ഉറക്കൊഴിഞ്ഞ് നിങ്ങൾ തഹജ്ജുദ് നമസ്കരിച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾ നോറ്റിട്ടുള്ള ഈ നോമ്പുണ്ടല്ലോ, അത് നാളെ പരലോകത്തെത്തുമ്പോ ആ നോമ്പും വൽ ഖുർആൻ, നിങ്ങളുടെ ഗ്രന്ഥമായ ഖുർആനും യശ്ഫആനിൽ അബദ്, ആരും ശുപാർശ ചെയ്യാനില്ലാത്ത ഒരു സമയത്ത്, ചുട്ടുകൊള്ളുന്ന വെയിലത്ത്, പ്രയാസപ്പെടുന്ന സമയത്ത്, അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത സമയത്ത്, അന്ത്യദിനത്തിൽ നിങ്ങൾക്ക് ശുപാർശകരായി വരാൻ രണ്ട് സംഗതിയുണ്ട്. ഒന്ന്, നിങ്ങൾ നോറ്റ ഈ നോമ്പ്. നമ്മൾ ആലോചിക്കുക, ആ നോമ്പ് അങ്ങനെ നോക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? രണ്ട്, അൽ ഖുർആൻ, ഖുർആനും നിങ്ങൾക്ക് സാക്ഷിയാകും. ഖുർആൻ പറയും, അല്ലാഹുവേ, എന്റെ അടിമ അവൻ കച്ചവടം ചെയ്തപ്പോ അവന്റെ കച്ചവടത്തില് ഇതാ നിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട്, കുടുംബജീവിതത്തിൽ നിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട്, അയൽപക്ക ബന്ധത്തിൽ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട്, കുടുംബത്തിലെ സ്വത്ത് ഇങ്ങനെ ഭാഗിച്ചപ്പോ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ നോറ്റ നോമ്പും നമ്മളുടെ ഖുർആനും നമുക്ക് ശുപാർശകരായി വരുമെങ്കിൽ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും നമുക്ക് വിവേചിച്ചു തന്ന ഖുർആനാണ്.
ലോകത്ത് ഒരുപാട് വിക്കഴിഞ്ഞ ഗ്രന്ഥങ്ങൾ വായിച്ചതുപോലെയല്ല ഖുർആൻ വായിച്ചപ്പോൾ നമുക്കുണ്ടായ അനുഭവം. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാകാം, നമ്മൾ ഒരുപാട് സാഹിത്യങ്ങൾ വായിച്ചിട്ടുണ്ടാകാം, നമ്മൾ ഒരുപാട് കഥകളും കവിതകളും വായിച്ചിട്ടുണ്ടാകാം. പക്ഷേ എന്റെ ഖുർആൻ ഞാൻ വായിച്ചപ്പോ എന്റെ ജീവിതത്തെ അത് മാറ്റിമറിച്ചിട്ടുണ്ട്. പടച്ചവനെ, എന്റെ ജീവിതത്തെ അത് ആകെ മാറ്റിമറിച്ച് നാളെ പരലോകത്തെത്തുമ്പോ അവിടെയും ഇവിടെയും എനിക്ക് ഗുണം ലഭിക്കുന്ന രൂപത്തിൽ എന്റെ ഖുർആൻ എന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എന്ന ഉത്തമമായ ബോധ്യം നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കുക. അല്ലാഹു